ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്, അതേപോലെ തന്നെ ഒരു റെയിൻ ഡേയും കൂടിയാണ്. മഴക്കാലം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വാരിക്കോരി തന്നിരിക്കട്ടെ. അതായത് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല അടിപൊളി മഴ, കാറ്റ്. എല്ലാ ജില്ലകളിലും മിക്ക ജില്ലകളിലും അലേർട്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രളയം ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഇത് ഇന്നലെ വൈകുന്നേരം പിടിച്ച മഴയായി. രാവിലെ കുറച്ച് നേരം ഇത് അടുപ്പിച്ച മഴ ഇന്നലെ വൈകുന്നേരം പിടിച്ചാണ്. രാവിലെ കുറച്ചൊന്നും ഒഴിവുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ശരിക്കും ഇരുട്ട് കുത്തി മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ചായ കൂടി എന്റെ കഴിഞ്ഞിട്ടില്ല. എങ്കിൽച്ചാനത്തെ കുഞ്ഞാവുണ്ട്, കുഞ്ഞാവയുടെ ഒക്കെ കഴിഞ്ഞു. പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, മഴയും കൊണ്ടൊന്നും ശരിയാവില്ല. നമ്മളിപ്പോ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാരും എന്താ പറയാ, മറ്റേ അമ്പർ അക്ബറിലിടാ സൺഡേ ആയിട്ടുണ്ടെങ്കിൽ ബീഫ് അല്ലേ, അതെന്തായാലും ബീഫ് ചിക്കൻ സാധാരണക്കാരൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ബീഫ് ഇന്നൊരു വേറെ ഒരു ഐറ്റം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ഒരു എക്സ്ട്രാ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ ചെയ്യും. നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ പോകണം കേട്ടോ. ചായ കുടിയൊക്കെ കഴിയട്ടെ. പിള്ളേരൊക്കെ ചേട്ടൻ കുളിപ്പിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഇതൊക്കെ നമ്മുടെ പണിക്കാട്ട് ടീംസ് ആട്ടോ, നമ്മുടെ ചേച്ചിമാരെ മക്കളാണ്. അപ്പോൾ അവൻ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ചാർജ് ചെയ്യാലോ വെച്ചിട്ട്. പക്ഷേങ്കിൽ ഇവിടുത്തെ ഇൻവെർട്ടർ ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ മാക്സിമം നിൽക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും വീണ്ടും എല്ലാ ലൈറ്റും ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ബീഫ് എത്തിയിട്ടുണ്ട്. അച്ഛൻ പൊക്കളായിരുന്നു വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ബീഫ് പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ചായ വെച്ച് കുടിക്കാം അല്ലെ. അഗാരോന്റെ കിറ്റിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചായയൊക്കെ വെച്ച് കുടിക്കാൻ, വെള്ളം തിളപ്പിക്കാനൊക്കെ. ഇത് 1.5 ലിറ്ററിന്റെ ഒരു കപ്പാണ്. കെറ്റിലുകൾ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ അല്ല, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ വേറെ വീട്ടിലൊക്കെ നിൽക്കുന്ന പെയിൻ ഗസ്റ്റായി നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൽ ചായ വെക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം, മറ്റുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം, വേവിക്കാം, വെജിറ്റബിൾസൊക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ യൂസാണ്. ഇപ്പോൾ ഇതേ നമ്മൾ ചായ ആദ്യം വെക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ വെള്ളം തിളക്കട്ടെ. അതിനുള്ളിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെക്കാനായിട്ട് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ. പറഞ്ഞ നേരം കൊണ്ട് പാല് ഇളച്ചുവിട്ടാ ചായ ആയി തന്നെ പറയുന്നത്. ഇതിലേക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു മിക്ക പേരുടെ വീട്ടിലൊരു കെറ്റിലുണ്ടാവില്ലേ, കാരണം അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് കുറച്ച് വെള്ളം ചൂടാക്കാനോ, കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കാനോ, അല്ലെങ്കിൽ ഇതേപോലെ ഒരാൾക്ക് 2 പേർക്ക് ചായ വെക്കാനോ, ഒരാൾക്ക് 2 പേർക്ക് നല്ല പെട്ടെന്ന് ചായ വെക്കാനൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ പകർത്തി വെക്കിനി. ചായ അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷം വേഗം പരിപാടിക്ക് എടുക്കട്ടെ, കാരണം ഉച്ചയാവും. പരിക്കൽ ചേട്ടൻ ഉണ്ടാനെത്തും. ഇതേപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലീൻ ആക്കി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് അത് നാശമായി പോകും. അപ്പം നമുക്കത് ക്ലീൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കഴുകാതിരിക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഇതേപോലെ ചിറ്റി കളഞ്ഞതിന് ശേഷം ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കാം. നമുക്കിത് കെട്ടഴിച്ച് നോക്കാം, കാരണം വേറെ ഒന്നുമല്ല. ചിലപ്പോൾ വലിയ വലിയ പീസുകളായിരിക്കും. ഇവിടെ എല്ലാവർക്കും ചെറിയ പീസുകളാണ് ഇഷ്ടം. അല്ലെങ്കിലും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന മുതൽ ഒന്നുകൂടി ചെറുതാക്കും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര കുഞ്ഞാക്കും കേട്ടോ, അതിൻ്റെ വേവ് കറക്റ്റ് എടുക്കും. ഇവിടെ അമ്മക്ക് പറയും ഭയങ്കരമായിട്ട് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് വേവ് ഇറച്ചിയാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വെന്ത് പോവില്ലേ. പക്ഷെ അവിടെ ലീല ഭയങ്കരമായിട്ട് കുഞ്ഞാക്കിയിട്ട് ഒരു 3 വിസിൽ അങ്ങനെ മാക്സിമം അടിച്ചതിന് ശേഷം പിന്നെ അടുപ്പത്തിട്ട് വേവിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞു പീസുകളായിരിക്കും. എനിക്ക് ഇവിടുത്തെ ബീഫ് ഇഷ്ടമാണ്. പച്ചക്കറികളിൽ എനിക്ക് വലിയ താല്പര്യം എന്ന് പറയാനായിട്ടൊന്നുമില്ല. എനിക്ക് എപ്പോഴും മീൻ ഇഷ്ടമാണ്. മീൻ വറുത്തത് കൂടി മാത്രം ചോറുണ്ടോ, മുട്ട, പിന്നെ മറ്റേ ഉരുളക്കിഴങ്ങ് കറി, വഴുതനങ്ങക്കില്ല കറിയല്ല, വറുത്തതൊക്കെ ഉണ്ടാവില്ല, വെണ്ടയ്ക്കൊക്കെ വറുത്തത് കൂടി മാത്രമല്ല ഞാൻ ചോറിനുണ്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് പണിയിലേക്ക് കടക്കാം. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലാഗ് വരും. അതായത് ഓരോ ഷോട്ട് വെച്ചൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മണിക്കൂർ കൊണ്ട് കഴിയുന്ന പണി ചിലപ്പോൾ നമുക്ക് 2 മണിക്കൂർ എടുക്കേണ്ടി വരും. അതാണ് ചെറിയൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ വേഗം കാര്യങ്ങൾ ചെയ്യട്ടെ. നിഖിൽചേട്ടൻ അപ്പം പിള്ളേരെ മേലെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ തീപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. നമ്മൾക്ക് ഈ മുറിപ്പരിപാടിക്ക് അമ്മതേ എനിക്ക് ഇതിനാവശ്യമായിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകണം. എനിക്ക് ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തന്നെ കഴുകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സുഖം കേട്ടോ. അതെന്താണെന്നറിയില്ല, ചിലവർക്കുള്ളൊരു സ്വഭാവമാണത്.
എടുക്കുന്നത്. ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സോപ്പ് ഇട്ട് നീൽച്ചേട്ടൻ പറയുമ്പോൾ ഇതിനേക്കാളും പെട്ടെന്ന് സോപ്പ് ഇട്ടത് കഴുകി എടുക്കുന്നില്ല. ഞാൻ അമ്മ അതിൽ ലെവലിൽ ഇത് കഴുകിയെടുക്കും. സ്വർക്കൊക്കെ ഒഴിക്കും, അല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ടിട്ടായാലും എനിക്ക് ആ ഒരു ചോരവെള്ളം കാണുന്നത് ചോരവെള്ളം. പക്ഷെ അത് വീണ്ടും വീണ്ടും വരും. ആ ഒരു മാംസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ എന്തോരം കഴുകിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് വരും. അമ്മക്ക് പറയാറുണ്ട്, നീ അത് നോക്കണ്ട, അത് അങ്ങനെയാണ്, എത്ര വട്ടം കഴുകിയിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം ഇരിക്കുമ്പോൾ വെള്ളങ്ങൾ ഇറങ്ങുന്നു. എന്തായാലും പക്ഷേ ഞാൻ കഴുകുമ്പോൾ എനിക്ക് കുറച്ചധികം നേരിട്ട് കഴുകണം. ബീഫ് പിന്നെയും കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് കഴുകാം. ചിക്കനൊക്കെ ആണെങ്കിൽ തോലുണ്ടോ, ഐ മീൻ തൂവലുണ്ടോ, എനിക്ക് ഏതൊങ്ങാടൊക്കെ പ്രാവശ്യം ഹോട്ടലിലൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് തൂവൽ. പിന്നെ ഞാൻ കഴിക്കില്ലെന്നേ, അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്വഭാവം എനിക്കുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഞാൻ കഴിച്ചൂടാ, ഞാൻ ചെയ്യില്ല. അങ്ങനെയൊക്കെ എൻ്റെ ഒരു എന്താ പറയുക വേറൊരു സ്വഭാവങ്ങൾ. ഇപ്പോൾ ചേട്ടൻ കുളിപ്പിച്ചൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് ബോട്ടിലൊക്കെ കഴുകിയിട്ട് പാൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ നിഖിൽ ചേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് അത് വളരെ 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 ആശ്വാസമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കുക്കിങ്ങും ചെയ്യുക, വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കുക. അമ്മയായാലും ചേട്ടനായാലും നമ്മുടെ വീട്ടിലെ എല്ലാവരും അങ്ങനെ ഒരു സഹകരണ മനോഭാവം ഉള്ളതുകൊണ്ടും പകുതി ആശ്വാസമാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വെക്കുന്നത്, ഞാനൊരു ഇപ്പോഴായ പിന്നെ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. ബീഫ് ആകെ രണ്ട് ചേരുവകൾ ചേർത്തിട്ട് വെക്കുന്നത്, ചെറുള്ളിയും അതേപോലെ തന്നെ വലിയ മുളക് ചതച്ചതും. പക്ഷേങ്കിൽ എനിക്കതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കണം. അല്ലെങ്കിൽ എനിക്കൊരു മണ്ണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ എന്ത് വറുത്തതിലായാൽ പോലും എനിക്ക് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതും കൂടി ആഡ് ചെയ്യാമെന്ന്. വെളുത്തുള്ളി ചെറുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ. ചെറുള്ളി ബീഫിനൊപ്പം നമ്മൾ കുക്കറിലിടണം വേവിക്കുമ്പോൾ. പിന്നെ സെപ്പറേറ്റ് ഒരു 3 സവാളയും കൂടി ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മസാല വാട്ടിലേക്ക്. മറ്റേതാണെങ്കിൽ വേറെ ഒന്നുമില്ല, കുക്കറിൽ തന്നെ പരിപാടിയുള്ളൂ. ചെറുള്ളി ഇടുക, ബീഫ് ഇടുക, അതിലേക്ക് മുളക് ഉപ്പിടുക, എന്നിട്ട് വെന്തതിന് ശേഷം തുറന്ന് വെച്ച് വേവിക്കുക. ആ ബീഫ് അവിടെ തീർന്നു കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ചെറുള്ളി എടുക്കുന്നു എന്ന് മാത്രം, ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ കേട്ടോ. ബീഫ് വേവിക്കുന്നതിൽ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൊണ്ടിട്ടുണ്ട്. കുറച്ച് ചെറുള്ളി എടുത്തിട്ടുള്ളൂ, കുറേ എടുത്തില്ല, കാരണം ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ കൈസ്. പിന്നെ വലിയ ഉള്ളികളാണ്, അപ്പോൾ അത്യാവശ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് ഇടണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇടണം, മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിനേക്കാളും മുന്നേ പച്ചമുളക് ഇടട്ടെ. ഇവിടെ പച്ചമുളക് ഇടുമ്പോൾ അമ്മ പറയും നല്ലൊരു ചൊടി കിട്ടും, നല്ലൊരു മണം കിട്ടും. നമ്മൾ മുളക് പൊടി ഇടുന്നേക്കാളും, ഏതൊരു കറിയിലും മുളക് പൊടി ഇടുന്നേക്കാളും നല്ല മുളകുണ്ടെങ്കിൽ, നല്ല എന്താ പറയുക, നല്ല ചൂന്യം പോലത്തെ മുളകുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക മണമായിരിക്കും എന്നൊക്കെ. അപ്പോൾ അതായിക്കോട്ടെ, നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്, ഒരു 4 മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു കുത്തുമുളകില്ലേ, കുത്തുമുളക് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട്, ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് അത് ആഡ് ചെയ്ത് ഞാൻ ഇത് ബീഫ് വേവിക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. ഉപ്പ് ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടി. അധികം മീൻസ് കുറച്ച് മുൻതൂക്കം വിട്ടിട്ടുണ്ട് കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇടണ്ടേ. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ആവി പറക്കുന്നൊരു മണം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ വേപ്പിലയും കൂടി ഇടണം. ഞാൻ വേപ്പില ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കുന്നുണ്ട് ഉപ്പുണ്ടോയെന്ന്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് വേഗം അടുപ്പത്ത് വെക്കുക. കാരണം എപ്പോഴാണ് ഇൻവെർട്ടറിൽ ചാർജ് കഴിഞ്ഞിട്ട് കറണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പരിപാടി നമുക്ക് വേഗം തീർക്കേണ്ട കൈസ്. ഇവിടെ അമ്മതേ സവാള തോലുകൾ കഴിഞ്ഞിട്ടില്ല. കാരണം വെളുത്തുള്ളി ഭയങ്കര കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു. അപ്പം ഞാൻ സവാള തോല് കളയാമെന്ന് വിചാരിച്ചു. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരും വെക്കുന്ന സ്റ്റൈല് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ. എനിക്ക് അമ്മമാർ വെക്കുന്ന പോലെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ മാക്സിമം ശ്രമിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോൺ വെജ് കറികൾ നന്നായിട്ട് വെക്കുന്നത്. കാരണം നിഖിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് നോൺ വെജാണ്. അപ്പം നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കി കൊടുത്ത് അവർക്കിന്ന് ഒരു പുകഴ്ത്തൽ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായൊരു സുഖമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നന്നായി വെക്കാൻ ശ്രമിക്കും. പക്ഷേങ്കിൽ അമ്മമാർ വെക്കുന്ന പോലെ അരി സംഭവം എനിക്കില്ല. പക്ഷെ ഞാൻ വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. നമ്മളും നിഖിൽ ചേട്ടൻ പറയാറുണ്ട്. നിഖിൽ ചേട്ടൻ സത്യം മാത്രമേ പറയാറുള്ളൂ, എന്നെ പൊക്കി പറയാറില്ല. കുറ്റം പോലെ തന്നെ പറയും. അപ്പോൾ എനിക്ക് അവർ വെക്കുന്ന പോലെ വെക്കുന്ന ഭയങ്കര ആഗ്രഹം. ഈ പറഞ്ഞ പോലെ കൈപ്പുണ്യം എന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഓരോരുത്തരുടെ ഒരു വെപ്പ് രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. വേഗം മസാല വാട്ടായി. ഈ മസാല വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫും വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതിലിട്ട് തന്നെ വേവിച്ചിട്ട് നമുക്ക് വേഗം ഫുഡ് കഴിക്കാമല്ലോ. കാരണം ഇപ്പോഴേ തന്നെ സമയം 1 മണി ആയിട്ടുണ്ട്. ഒരു 1:30-ക്കെങ്കിലും ഇത് സെറ്റ് ആവണം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആട്ടാ
വീണ്ടും അരിയണത്. നമ്മൾ ഒരു സമയത്ത് നമ്മളെ വീട്ടിൽ ഒരുപാട് പച്ചമുളക് ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് അതിൻ്റെ വില അറിയില്ലെന്നല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് പോലും നമ്മൾ കടയിൽ പോയി വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അതങ്ങനെയല്ല, നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഒരു പഞ്ഞും ഉണ്ടാവില്ല. അപ്പോൾ ബീഫിലൊരു 5 വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം വേവ് എങ്ങനെയാണ്, ചില ബീഫുകൾ കൂടുതൽ വേവുള്ളതുണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ തന്നെ കിടക്കും, ഒരുമാതിരി മൂരച്ച പോലെ കിടക്കൂലേ. നമ്മുടെ പിള്ളേർ വലിയ സീനില്ലാണ്ട് കളിക്കുന്നുണ്ട്, തല്ലോട്ടൊന്നും ഇല്ല. 5 പിള്ളേരില്ല കേട്ടോ, വീട്ടിൽ പോയിരിക്കുകയാണ്. കാശിക്കുട്ടനില്ല. കാശിക്കുട്ടൻ ഉണ്ടെങ്കിലാണ് ഒരു ഗുമ്മുള്ളത്. കാരണം ഇവർക്ക് തല്ലൂടാലും അതുപോലെ തന്നെ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉള്ളൂ. മൂപ്പര് ഭയങ്കരമായിട്ട് കുറുമ്പൊക്കെ കാണിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ എപ്പോഴും ഡാഡോ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം. ഇവർ മാത്രമാണെങ്കിൽ ഇവർ തമ്മിൽ തല്ലൂടും, എന്നാലും ഇവർ അങ്ങനെ മരം കയറ്റത്തിനൊന്നും നിൽക്കൂല കേട്ടോ. അപ്പോൾ നിഖിൽ ചേട്ടൻ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇളക്കാൻ പറഞ്ഞതാണ്. മൂപ്പർക്ക് നോൺ വെജ് വെക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതേപോലെ ഇളക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇതൊന്ന് തുറന്ന് നോക്കാനായിട്ട്. ഇവിടത്തെ കാറ്റാണ് കാറ്റ്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ചെറുള്ളിയുടെയും മറ്റേ മസാലകളൊക്കെ ആയിട്ട് നല്ല സ്മെല്ലായിരുന്നു. പിന്നെ ഗിലിച്ചേട്ടൻ ഒരു പരിപാടി ഉണ്ട്, ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൂപ്പാക്കി കുടിക്കില്ല. അതായത് ഇതിൻ്റെ ആ ഒരു വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് കഴിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നോക്കിയപ്പോഴും ഒരു 2 വിസിലും കൂടി വരാനുണ്ട്. അപ്പോൾ മൊത്തം 7 വിസിലാക്കാനായിരുന്നു. നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലി മോളെ ഇത് സവാള വാട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കറണ്ട് ഇല്ല, അപ്പം മിക്സി വർക്കാവില്ല, ഇൻവെർട്ടറിൽ മിക്സി വർക്കാവില്ല. പുറത്തിങ്ങനെ ഇടയ്ക്കും തലങ്ങും വിലങ്ങൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും സ്കൂൾ തുറക്കുമ്പോൾ ആ ഒരു ടൈം ഈ മഴ വരുമ്പോൾ പാവം പിള്ളേർ അത് വരെ നല്ല ചൂടായിരിക്കും. ഒന്ന് പുതച്ചു മൂടി കിടക്കണ ഒരു എന്താ പറയുക, ആ ഒരു സുഖം കിട്ടില്ല. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു മഴക്കാലം കുറച്ചും കൂടി നേരത്തെ ആയിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ചിലപ്പോൾ സ്കൂൾ തുറക്കൽ കുറച്ചൊന്ന് നീട്ടി വെക്കുകയായിരിക്കില്ലേ, എല്ലാവരും ഇപ്പം അങ്ങനെ വിചാരിക്കണ്ട. കാരണം ഈ മഴയത്ത് പിള്ളേർ പോക്കും, അതുമാത്രമല്ല കുറേ മരങ്ങളും സംഭവങ്ങളൊക്കെ വീടുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. സ്വിച്ചുമൊക്കെ നനവുള്ള വിരലോണ്ടൊന്നും സ്വിച്ച് ഓണോ ഓഫോ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ വാർത്തകളിൽ ഒരുപാട് കാണുന്നുണ്ട്, ഷോക്ക് ഏറ്റവും നോക്കുക. അതേപോലെ തന്നെ എവിടെയെങ്കിലും വെള്ളമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴായാലും ശ്രദ്ധിക്കുക, വല്ല വയറൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടോന്നും. വേറെ ഒന്നല്ല, എനിക്ക് ഭയങ്കര പേടിയാണ് ഓരോ ന്യൂസ് കാണുമ്പോഴും. ദൈവമേ, അവർ പോലും വിചാരിക്കുന്നില്ല ഓരോ ആപത്തുകൾ വരുന്നതല്ലേ. അങ്ങനെ നമ്മൾ സവാള അവിടെ വാടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കൈയോടുകൂടി ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു മല പോലെ പാത്രങ്ങൾ വരും. അതെനിക്ക് ഒട്ടും, എനിക്കിനി സ്ലാബുമൊക്കെ ഒരുപാട് പാത്രങ്ങൾ എടുക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയും വാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളി, പിന്നെ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടി എന്താ ആവശ്യമുള്ളൂ. പിന്നെ തിളച്ച് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം, പിന്നെ ഗരം മസാലപ്പൊടി ഇടാം. എന്താണ് നമ്മൾ തക്കാളി ഫ്രിഡ്ജിൽ എടുത്തിട്ടില്ല, ബാഗ് എടുക്കട്ടെ, അതിൻ്റെ ഇവിടെ സീനായി തുടങ്ങും. തക്കാളി എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഒരു തക്കാളി എടുക്കട്ടെ. ചിലരൊന്നും ബീഫിൽ തക്കാളി ഇടൂല, പക്ഷെ എനിക്ക് എന്ത് നോൺ വെജ് വെക്കണേലും തക്കാളി ഇടണം. ആ ഒരു പുളിപ്പ് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല തക്കാളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ചിലതുണ്ടാവില്ലേ അധികം അങ്ങോട്ട് വാടാടി ഇങ്ങനെ കല്ല് പോലെ എടുക്കുന്നത്. നിഖിൽ ചേട്ടൻ ഇവിടെ നല്ല പണിയിലാണ്, കുട്ടിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഇത് ഇതാക്കിയിട്ട് വേണം ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്, അത് വേറെ ഒന്നല്ല, ചേച്ചിക്ക് നന്നായിട്ട് വെട്ടിയിടണം. എന്താടാ പാത്രം നോട്ടെ.
നേരത്തെ ബീഫ് 2 വിസിലും കൂടി അടിച്ചിട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി നേരം അവിടെ ഇരിക്കട്ടെ, അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് സെറ്റാകുമ്പോൾ മാത്രം നമുക്ക് തുറന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ടാവും, വെന്തിട്ടില്ലെങ്കിലും സാരല്ലേ, അടുപ്പത്ത് വേവിക്കും. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ഫുള്ള് അടുപ്പത്താൽ വേവിക്കുക. എല്ലാവരും വീട്ടിൽ അടുപ്പത്ത് ഫുള്ളിട്ട് വേവിക്കുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്വാധീനമാണ്. അത് മാത്രമല്ല കുറേ നേരം നിൽക്കണം, അതാണ് പാട്. ഇതാണെങ്കിൽ എളുപ്പമാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ സമയമില്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു വിസിലെങ്ങാനും ചിക്കൻ കുക്കറിലിട്ട് വേവിച്ചിട്ട് പിന്നെ നേരെ ഈ മസാലയിലേക്ക് ചുരും. കാരണം ഒട്ടും സമയമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാകുമ്പോൾ ചിക്കനാകുമ്പോൾ പെട്ടെന്ന് 2 വിസിലുകൊണ്ട് കാര്യം തീരും. അങ്ങനത്തെ നമ്മുടെ ബീഫ് കറക്റ്റ് വെവായിട്ടുണ്ട്. ഇതങ്ങോട്ട് വീർക്കാത്തൊരു ബീഫാണ്, ഇങ്ങനെ ചുങ്ങി ബീഫ് വെന്തപ്പോൾ. ഇപ്പം നമ്മുടെ മസാല ആയിട്ടുണ്ട്. ഇനി നേരെ ഇതെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ചൊരിയാം. ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഖിൽ ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാട്ടം ഒരു കുഞ്ഞു ഡവറയിൽ ഇത്തിരി ചാറെടുത്തിട്ട് അതിൽ ഇത്തിരിയും കൂടി ഉപ്പും കുരുമുളകും ഇട്ടിട്ട് സൂപ്പ് കുടിക്കില്ലേ, ശരിക്കും സൂപ്പ് തന്നെ നല്ല രസമായിരിക്കും കേട്ടോ. അതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും നിഖിൽ ചേട്ടൻ കാണിക്കുന്നുണ്ടിട്ട് ഇത് ഇഷ്ടമായി തുടങ്ങിയത്, കുടിച്ചിട്ട് ഇഷ്ടമായി തുടങ്ങിയത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളത്. ചിക്കനായാലും ബീഫായാലും ഇതേപോലെ ശരി സൂപ്പ് പോലെ ഇതുപോലെ. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റ്. നീൽച്ചേട്ടൻ ബാക്കിയുള്ളത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് ചെയ്യാനായിട്ട്. ഇനി അത് കുറച്ച് നേരം എടുക്കട്ടെ. മറ്റേ കഷ്ണത്തുമ്മൽക്കൊക്കെ ഒന്ന് മസാല പിടിക്കട്ടെ. ഒരു 10-15-20 മിനിറ്റോളം അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാട്ടെ. ഞാൻ വേഗം പിള്ളേർക്ക് ചോറ് കൊടുക്കട്ടെ. ഒരു 5 മിനിറ്റ് കൂടിയും അവിടെ കിടന്നതിന് ശേഷം വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുക്കാമല്ലോ. ഇനി ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളിവിടെ പൊടിച്ച് വെക്കുന്നതാണ്. നമ്മുടെ അച്ഛന് കടയുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ പോലെ എല്ലാ മസാലകളും വാങ്ങിച്ച് പൊടിച്ചൊരു വലിയൊരു പാത്രത്തിലാക്കി വെക്കും. ചിലർക്ക് എൻ്റെ വീട്ടിലൊക്കെ ആദ്യം പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത് പൊടിക്കാൻ തരണ്ടാവില്ല. അപ്പം അമ്മ ഡയറക്റ്റ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ പാക്കറ്റ് വാങ്ങിച്ചിട്ട് വരും കേട്ടോ. നമ്മൾ പൊടിക്കുന്നതാണ് കുറച്ചും കൂടി മണവും ആ ഒരു നല്ലൊരു കറികൾക്ക് ഒരു ടേസ്റ്റും കിട്ടുക. താങ്ക് യു. ഫ്രഷ് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് കറി നമ്മുടെ ഈ വേപ്പ് മരം ആകെ പോയതായിരുന്നു കേട്ടോ. ഒരു ജാതി വെള്ള അങ്ങനെ പൂപ്പൽ പോലൊക്കെ വന്ന് എല്ലൊക്കെ ഫുള്ള് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞു തീർന്നു എന്ന്. പക്ഷേ ഇപ്പം നന്നായിട്ട് അത് വീണ്ടും പൊടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചേട്ടനും എത്തിയിട്ടുണ്ട്. എനിക്ക് ചിക്കൻ കറീനേക്കാളും കൂടുതൽ ഇഷ്ടം ബീഫ് കറി ആയിട്ട്. ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ബീഫ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനീ പറഞ്ഞ പോലെ കാലത്തായാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും നോൺ കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ കഴിക്കും. ഞാൻ രാവിലെ സ്കൂളിലേക്കോ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ രാവിലെ പുട്ടോ ചപ്പാത്തിയോ എന്തെങ്കിലും ദോശയോ എന്തെങ്കിലും ആയിക്കോട്ടെ, മീൻ വറുത്തതാണെങ്കിൽ പോലും ഞാൻ മീൻ വറുത്തിൻ്റെ അത് കൂടെ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ ചോറും തിന്നും. ചേട്ടനിപ്പം കേട്ടെന്ന് കാണലാണല്ലോ ഇപ്പൊ. അച്ഛൻ തരാം എന്നാ. അച്ഛൻ ഓഫ് ചെയ്യട്ടെ, തരട്ടെ ഫോൺ. അച്ഛാ താ ഫോൺ. അയിനു ഫോൺ കാണാൻ പോണ്. ശരിടാ. ചെക്കന്മാരിപ്പോൾ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് രസമാണ്. ഐനൂസിൻ്റെ കാഴ്ചയിലൊക്കെ കേൾക്കാനായിട്ട്. അല്ലക്കുട്ടന് ഇപ്പോഴും കുഞ്ഞു മടിയാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും പിക്കപ്പ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി സെർവ് ചെയ്യാണ്. ഇനി പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ഇവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ആദ്യം നമ്മുടെ നോൺ വെജിൻ്റെ ഉസ്താദായിട്ടുള്ള നിഖിൽ ചേട്ടൻ എന്നെ ആദ്യം കൊടുക്കാം. എന്തെങ്കിലും കുറവുണ്ടോ? കുറവുണ്ട് ഞാൻ വിടും കേട്ടോ. മണം
അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ചേട്ടന് കൊടുക്കാൻ പോവാണ്. ചേട്ടൻ പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നല്ലതാണെങ്കിൽ നല്ലത് മാത്രമേ പറയുള്ളൂ. എന്തെങ്കിലും കുറവ് കൂടുതലെങ്കിൽ കറക്റ്റായിട്ട് പറയും. നമ്മൾ സുഖിപ്പിക്കാനൊന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏട്ടനും പറയും അടിപൊളിയായിട്ടുണ്ട്, നല്ല ചൊടിയുണ്ടെന്ന് പറഞ്ഞു. ഇരുവൊക്കെ ആയിട്ട് കുറച്ച് മസാലയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അമ്മത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ നിഖിൽ ചേട്ടൻ്റെ കച്ചമ്പർ പരിപാടിയിലേക്ക് നടക്കുകയാണ്. തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ വന്നപ്പോൾ. അപ്പോൾ അതിലൊക്കെ ആവശ്യമായിട്ടുള്ള സവാളയും 1-2 പച്ചമുളക് എരിഞ്ഞു, പിന്നെ ഒരു തക്കാളി എരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ സലാഡോ സർലാസ് എന്നൊക്കെ പറയില്ല ഞങ്ങൾ, അത് കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ബിരിയാണിയുടെ കൂടെ നാരങ്ങച്ചാർ എന്ന് പറഞ്ഞ പോലെ കച്ചമ്പർ നാട്ടിൽ ഇവിടെയൊക്കെ എല്ലാവരും പറയാം, ശരിയല്ല സർലാസ് എന്ന് പറയില്ല. അതാണ് പെട്ടെന്ന് നമുക്ക് തിന്നാനും ഇഷ്ടമായിരിക്കും, പെട്ടെന്ന് നമുക്ക് കുറേ ഫുഡ് കഴിക്കാനും പറ്റില്ല. അങ്ങനെ എല്ലാവരും ഫുഡ് അടിച്ചു കഴിഞ്ഞിട്ട് അപ്പം ഞാനും ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു അടിപൊളി ബീഫ് കറി വെച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ എനിക്കറിയുന്ന പോലെ ഞാനൊരു കറി വെച്ചു എന്നുള്ളൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ എക്സ്പേർട്ട് ആയിരിക്കും, നിങ്ങൾ അതേ രീതിയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.